ആഫ്റ്റർനൂൺ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആൾക്കാരുടെ എണ്ണം കുറവാണെങ്കിലും ക്ലാസ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ 4ാമത്തെ ചാപ്റ്ററാണ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++ എന്നാണ്. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്, എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ സ്റ്റെപ്സൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ആദ്യം നമ്മൾ അൽഗോരിതം എഴുതണം, അൽഗോരിതത്തിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കണം. അതിനുശേഷം ആ അൽഗോരിതത്തെയാണ് നമ്മളൊരു ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ആക്കി മാറ്റുന്നത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ലേഷൻ, ഡീബഗ്ഗിങ്, എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം എഴുതുന്നത് എങ്ങനെയാണെന്നാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. ഇനി ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആയ C++ ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4ാമത്തെ ചാപ്റ്റർ മുതൽ 7ാമത്തെ ചാപ്റ്റർ വരെ ഒരേ കാര്യങ്ങളുടെ കണ്ടിന്യൂഷനാണ്. C++ തന്നെയാണ്. ഇത് 4ഉം ഒരൊറ്റ ചാപ്റ്റർ ആക്കാൻ പറ്റുന്നതാണ്. 4ഉം കൂടെ ഒരൊറ്റ ചാപ്റ്റർ, C++ എന്ന് പറയുന്ന ഒരൊറ്റ ചാപ്റ്റർ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് 4ാമത്തെ ചാപ്റ്റർ മുതൽ 7ാമത്തെ ചാപ്റ്റർ വരെ. ഒരേ കാര്യങ്ങളുടെ കണ്ടിന്യൂഷനാണ് നമ്മൾ പഠിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, C++ എന്ന് പറയുന്ന ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 4, ഫണ്ടമെന്റൽസ് ഓഫ് C++ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കി വെച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏതൊരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോൾ അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിലെ പ്രോഗ്രാം കോഡിംഗ് എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് എഴുതി ഫ്ലോ ചാർട്ട് വരച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾക്ക് ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റാം. അതിനെയാണ് നമ്മൾ പ്രോഗ്രാം കോഡിംഗ് എന്ന് പറയുന്ന പ്രോബ്ലം സോൾവിങ്ങിൻ്റെ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം കോഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് പഠിക്കണം. ഇങ്ങനെ കമ്പ്യൂട്ടർ ലാംഗ്വേജ് നമ്മൾ പഠിക്കാൻ പോകുന്ന C++ എന്ന് പറയുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും, ഏത് റിട്ടൺ ലാംഗ്വേജ് ആണെങ്കിലും സ്പോക്കൺ ലാംഗ്വേജ് ആണെങ്കിലും ഏത് ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ അതിൻ്റെ അകത്തെ അക്ഷരമാലയാണ് ആദ്യം പഠിക്കുക. ആ, അമ്മ, ഈ, ഈച്ച എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. A for apple, B for ball എന്നൊക്കെ പറഞ്ഞ് ആ അക്ഷരമാല പഠിച്ചിട്ടാണ് നമ്മൾ അത് ഉപയോഗിച്ച് വേർഡ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് പഠിക്കുമ്പോഴും C++ എന്ന് പറയുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം അതിൻ്റെ ക്യാരക്ടർ സെറ്റാണ്. ക്യാരക്ടർ സെറ്റ്. അപ്പോൾ C++ ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ set of valid characters that can be used in a C++ program. ഒരു C++ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാലിഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ക്യാരക്ടർ സെറ്റ് ഓഫ് C++ എന്ന് പറയുന്നത്. C++ന്റെ ക്യാരക്ടർ സെറ്റ്. അപ്പോൾ ഇനി ഈ ക്യാരക്ടർ സെറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ആൽഫബറ്റ്സ് ഉണ്ട്, ഡിജിറ്റ്സ്, അപ്പർ കേസ് ആൽഫബറ്റ്സ്, ലോവർ കേസ് ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ സിംബൽസ്, വൈറ്റ് സ്പേസസ്, ഇതൊക്കെ ഉണ്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. എന്താണ് ക്യാരക്ടർ സെറ്റ് എന്ന് മാത്രം നമ്മൾ പറയുന്നു. C++ന്റെ അക്ഷരമാല ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അങ്ങനെയാണ്. ഒരു ലാംഗ്വേജിൻ്റെ അക്ഷരമാല, മലയാളത്തിൻ്റെ അക്ഷരമാല, ഇംഗ്ലീഷ് അക്ഷരമാല എന്നൊക്കെ പറയുന്ന പോലെ C++ന്റെ അക്ഷരമാല, ദ സെറ്റ് ഓഫ് വാലിഡ് ക്യാരക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ C++ പ്രോഗ്രാം ഈസ് നോൺ ആസ് ക്യാരക്ടർ സെറ്റ്. ഓരോ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സിൻ്റെയും കൂടെ കളക്ഷനാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ക്യാരക്ടേഴ്സ് ഉപയോഗിച്ച് നമ്മൾ വാക്കുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് അടുത്ത ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുക. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അതാണ്. ഏതൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അക്ഷരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വാക്കുകൾ ആ, ഈ, ഊ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ, അമ്മ, ഈ, ഈച്ച, അങ്ങനെ ഓരോരോ വാക്കുകളായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ അതേപോലെ തന്നെ C++ന്റെ കേസിൽ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ അല്ലെങ്കിൽ മലയാളം ലാംഗ്വേജിലെ വേർഡ്സിനോട് സിമിലർ ആയിട്ടുള്ള കൺസ്ട്രക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോക്കൺസ്. ടോക്കൺസ് ആർ സിമിലർ ടു വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലെ വേർഡ്സിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ടോക്കൺസ് എന്ന് പറയുന്നത്. ദേ ആർ ഓൾസോ നോൺ ആസ് ലെക്സിക്കൽ യൂണിറ്റ്സ്. ടോക്കൺസ് ആർ also known as lexical units. Lexical units എന്നും കൂടിയാണ് ഈ ടോക്കൺസ് അറിയപ്പെടുന്നത്. And they can be
defined as the fundamental building block of a C++ program. These tokens can be defined as fundamental building block of a C++ program. ഈ മൂന്ന് കാര്യങ്ങളും ടോക്കൺസിനെ കുറിച്ച് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. 3 പോയിന്റ്സ് ആണ് ടോക്കൺസ്. വാട്ട് ആർ ടോക്കൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 3 പോയിന്റ്സ് നിർബന്ധമായിട്ടും എഴുതണം. Tokens are similar to words in English language. They are known as lexical units. Lexical units എന്നോട് അറിയപ്പെടും. They are the fundamental building blocks of C++ program. Fundamental building block എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു വീട് പണിയുമ്പം ആ വീട് ഇഷ്ടിക വെച്ചിട്ടാണ് നമ്മൾ പണിയുന്നത്, അല്ലെങ്കിൽ വെട്ടുകൽ വെച്ചിട്ടാണ് പണിയുന്നതെങ്കിൽ അതിൻ്റെ എന്താണ് ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ആ വീടിൻ്റെ ഉറപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു കട്ട ഇഷ്ടിക അല്ലെങ്കിൽ ആ വെട്ടുകലാണ്. അതേപോലെ ഈ നമ്മുടെ C++ പ്രോഗ്രാമിനെ നമ്മൾ ഇഷ്ടിക വെച്ച് കെട്ടുന്ന പോലെ, ഇഷ്ടിക ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടി പൊക്കി പോകുന്ന പോലെ C++ പ്രോഗ്രാമിനെ നമ്മൾ ബിൽഡ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾക്ക് ഇതേപോലെയുള്ള ടോക്കൺസ് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ടോക്കൺസിനെ കുറിച്ച് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ടോക്കൺസ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പറയണം. ദേ ആർ സിമിലർ ടു വേർഡ്സ്, ഓൾസോ നോൺ ആസ് ലെക്സിക്കൽ യൂണിറ്റ്സ്, ദേ ആർ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++ പ്രോഗ്രാം. 3 കാര്യങ്ങൾ പറയണം. ഇനി ടോക്കൺസിന്റെ ടൈപ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ടൈപ്സ് ഓഫ് ടോക്കൺസ്. ടോക്കൺസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 5. 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പറയൂ ഏതൊക്കെയാണ് ടോക്കൺസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? എന്തൊക്കെയായിട്ടാണ്? Keywords, identifiers, ബുക്ക് പോലും ആരും തുറന്നു വെക്കാതെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ബുക്ക് നോക്കിയിട്ടെങ്കിലും പറഞ്ഞൂടെ? നിങ്ങൾക്ക് എന്ത് നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾ അവിടെ? ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ടോക്കൺസിനെ നമ്മൾ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതിനകത്തെ ഫസ്റ്റ് വൺ, ഇതിന്റെ ഓരോന്നും അതിന്റെ എന്താണ് ഡെഫിനിഷനും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെയാണ് നമ്മൾ ഈ സെക്ഷനിൽ അടുത്തതായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്തെ ഫസ്റ്റ് വൺ, ടോക്കൺസിന്റെ ഫസ്റ്റ് ടൈപ്പ് ആണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടോക്കൺസ് ഓരോന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ടോക്കൺ ആണ് കീവേഡ്സ് എന്ന് പറയുന്നത്. എന്താണ് കീവേഡ്സ് എന്ന് പറഞ്ഞാൽ? കീവേഡ്സ് എന്താണ്? കീവേഡ്സ് ആരാണ്? ജസ്വിൻ ജിൽസൺ. എന്താണ് കീവേഡ്സ്? കീവേഡ്സ് ജസ്വിന് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അജിഷ, വാട്ട് ആർ കീവേഡ്സ്? റിസർവ്ഡ് വേർഡ്സ് ആണ്. റിസർവ്ഡ് വേർഡ്സ് ആണ്. C++ 48 കീവേഡ്സ് ഉണ്ട്. ഒരു കാര്യം കൂടി ഉണ്ട്. സ്പെഷ്യൽ പേർപ്പസിനാണ്. ദേ കനോട്ട് ബി യൂസ്ഡ് ഫോർ എനി അതർ പേർപ്പസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കീവേഡ്സിനെ കുറിച്ച്. വെരി ഗുഡ്. അപ്പോൾ കീവേഡ്സിനെ കുറിച്ച് നിങ്ങൾ പറയേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. കീവേഡ്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം പറയേണ്ടത് ദേ ആർ കമ്പൈലർ ഡിഫൈൻഡ് വേർഡ്സ്. കീവേഡ്സ് ആർ കമ്പൈലർ ഡിഫൈൻഡ് വേർഡ്സ്. അതിനെ ഡിഫൈൻ ചെയ്യുന്നത് കമ്പൈലർ ആണ്. കമ്പൈലർ ഡിഫൈൻഡ് വേർഡ്സ് ആണ് കീവേഡ്സ്. രണ്ടാമതായിട്ട് യൂസ്ഡ് ഫോർ സ്പെഷ്യൽ പർപ്പസ് ആൻഡ് കനോട്ട് ബി യൂസ്ഡ് ഫോർ എനി അതർ ടാസ്ക്. യൂസ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ്, അത് സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. കനോട്ട് ബി യൂസ്ഡ് ഫോർ എനി അതർ പർപ്പസ്. കനോട്ട് ബി യൂസ്ഡ് ഫോർ വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. There are 48 different keywords in C++. There are 48 different keywords in C++. ഇനി ഇതേപോലെ തന്നെ കീവേഡ്സിന്റെ ഒരു 1-2 എക്സാമ്പിൾസും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. ഈഫ് എന്ന് പറയുന്ന കീവേഡ് ആണ്. ഇന്റ് എന്ന് പറയുന്ന കീവേഡ് ആണ്. ഇതൊക്കെ നിങ്ങൾ അടുത്ത ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇന്റ് എന്ന് പറയുന്നത് കീവേഡ് ആണ്. എൽസ് എന്ന് പറയുന്നത് കീവേഡ് ആണ്. ഫോർ കീവേഡ് ആണ്. വൈല് കീവേഡ് ആണ്. സ്വിച്ച് കീവേഡ് ആണ്. കേസ് കീവേഡ് ആണ്.
പിന്നെ ഡിഫോൾട്ട് എന്ന് പറയുന്നത് കീവേഡ് ആണ്. പിന്നെ ഏതാണ് സ്വിച്ച്, കേസ്, ഡിഫോൾട്ട്. സ്വിച്ചിൽ തന്നെ 4 കീവേഡ്സ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. പിന്നെ ഏതാണ് സ്വിച്ച്, കേസ്, ഡിഫോൾട്ട്, ബ്രേക്ക് കീവേഡ് ആണ്. പിന്നെ വരുന്നത് ഏതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് സ്വിച്ച്, ഫോർ, വൈൽ, ഡു എന്ന് പറയുന്നത് കീവേഡ് ആണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്, ഇതെല്ലാം കീവേഡ്സിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും കുറച്ച് കീവേഡ്സും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയാണ് കീവേഡ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടത്. കീവേഡ്സ് ആർ കമ്പൈലർ ഡിഫൈൻഡ് വേർഡ്സ്. നമുക്ക് അതിനെ കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. കമ്പൈലർ തന്നെ C++ കമ്പൈലർ തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് ആണ് കീവേഡ്സ്. they are reserved for special purpose and cannot be used for any other purpose. അത് ഒരു സ്പെഷ്യൽ, അതിനെ റിസർവ്ഡ് വേർഡ്സ് എന്നും കൂടെ പറയും. they are also keywords or reserved words. കീവേഡ്സിനെ പറയുന്ന വേറൊരു പേരാണ് റിസർവ്ഡ് വേർഡ്സ് എന്നുകൂടെ പറയും. they are used for specific purpose and cannot be used for any other purpose. there are 48 different keywords. അതിന്റെ കുറച്ച് എക്സാമ്പിൾസും കൂടെ ഓർത്തിരിക്കുക. ഇതാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് ഐഡന്റിഫയേഴ്സ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ടോക്കൺ ആണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഐഡന്റിഫയേഴ്സ്. അപ്പൊ കീവേഡ്സ് കമ്പൈലർ ഡിഫൈൻഡ് ആണെങ്കിൽ ഐഡന്റിഫയർ യൂസർ ഡിഫൈൻഡ് വേർഡ് ആണ്. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് കീവേഡ്സിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കീവേഡ്സിൽ നമ്മൾക്ക് ഒരു മാറ്റം വരുത്താൻ പറ്റില്ല. അതിന്റെ പർപ്പസ് എന്താണെന്ന് പ്രീ ഡിഫൈൻഡ് ആണ്. ആ ഒരു പർപ്പസിനല്ലാതെ വേറൊരു കാര്യത്തിനും വേണ്ടിയിട്ട് കീവേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. 48 കീവേഡുകളെ ഉള്ളൂ. അതിൽ കൂടുതൽ ഒരു കീവേഡും നമ്മൾക്ക് ഉണ്ടാക്കാനോ ഉള്ളതിനെ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. നമുക്ക് അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കമ്പൈലർ ഡിഫൈൻഡ് ആണ്. പക്ഷെ ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ യൂസർ ഡിഫൈൻഡ് വേർഡ്സ്. യൂസർ ഡിഫൈൻ ചെയ്യുന്ന വേർഡ്സ് ആണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഐഡന്റിഫയേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് കുറച്ച് റൂൾസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് ഫംഗ്ഷന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട്, വേരിയബിളിന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഐഡന്റിഫയേഴ്സ് യൂസർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐഡന്റിഫയേഴ്സ് ആർ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ഫോർ ഗിവിംഗ് നെയിംസ് ഫോർ ഫംഗ്ഷൻസ്, വേരിയബിൾസ് എക്സെട്ര. ഫംഗ്ഷനും വേരിയബിളിനൊക്കെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസർ ഡിഫൈൻ ചെയ്യുന്ന വാക്കുകളാണ് ഐഡന്റിഫയേഴ്സ്. ഇനി ഐഡന്റിഫയറിന് കുറച്ച് റൂൾസ് ഉണ്ട്. റൂൾസ് ഫോർ ഡിഫൈനിങ് ഐഡന്റിഫയർ. ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ എന്തെങ്കിലും ഒരു വാക്ക് എഴുതിയിട്ട് അത് ഐഡന്റിഫയർ, യൂസർ ഡിഫൈൻഡ് വേർഡ് ആണ് ഐഡന്റിഫയർ. പക്ഷെ നമ്മൾ എന്ത് എഴുതിയാലും അത് ഐഡന്റിഫയർ ആവില്ല. യൂസർ എന്ത് എഴുതിയാലും ഐഡന്റിഫയർ ആവില്ല. കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ഈ റൂളുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അത് ഐഡന്റിഫയർ ആവത്തുള്ളൂ. അശ്വിൻ റോയ്, എന്തൊക്കെയാണ് ഈ ഐഡന്റിഫയറിന്റെ റൂൾസ്? റൂൾസ് ഫോർ ഡിഫൈനിങ് ഐഡന്റിഫയേഴ്സ് പറയൂ. റൂൾസ് ഫോർ ഡിഫൈനിങ് ഐഡന്റിഫയേഴ്സ്. അശ്വിൻ റോയ് സ്ഥലത്തുണ്ടോ? പറഞ്ഞോ. ഒന്നാമത്തെ റൂള് ജോർജിൽസ്. യെസ്, കീവേഡ്സ് cannot be used as identifiers. അത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. കീവേഡ്സ് എന്ന് പറയുന്ന സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള വാക്കുകളാണ്, കമ്പൈലർ ഡിഫൈൻഡ് ആണ്. they cannot be used as identifiers. ഇനി രണ്ടാമത്തെ റൂള് ഈ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ. ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ. ഇത് മൂന്നും മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. വേറെ സ്പെഷ്യൽ സിമ്പിൾസ് ഒന്നും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആകപ്പാടെ ഉപയോഗിക്കാൻ പറ്റുന്നത് ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾക്ക് ഈ കീവേഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മനു, ബാക്കി റൂൾസ് എന്തൊക്കെയാണ്? Identifier create. Yes, good. The first character must be a letter or an underscore. Alphabet or underscore ആയിരിക്കണം. First character എന്ന് പറയുന്നത് ആൽഫബറ്റോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ ആയിരിക്കണം. അതായത് ഒരു ഡിജിറ്റ് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് 3 കാര്യങ്ങളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആൽഫബറ്റും ഡിജിറ്റും അണ്ടർസ്കോറും മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് ഡിജിറ്റ് വെച്ചിട്ട് ഒരിക്കലും നമ്മൾക്ക് ഐഡന്റിഫയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഒന്നെങ്കിൽ ആൽഫബറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം സ്റ്റാർട്ടിംഗ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അടുത്തത് ഏതാണ് റൂൾ എന്ന് പറയുന്നത്? നാലാമത്തേത് പറഞ്ഞോളൂ. വൈറ്റ് സ്പേസസ് ആൻഡ് സ്പെഷ്യൽ സിംബൽസ് cannot be used.
വൈറ്റ് സ്പേസസും സ്പെഷ്യൽ സിമ്പിൾസും ഉപയോഗിക്കാൻ പറ്റില്ല, കാണ്ട് ബി യൂസ്ഡ്. അതായത് നമ്മൾ ഒരു സ്പേസ് ഇട്ട് എഴുതുക. നമ്മൾ സം ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെയാണ് എഴുതുക, സം ഓഫ് ടു. ഇങ്ങനെ നമ്മളിവിടെ ഇതിന്റെ ഇടയിൽ സ്പേസ് ഇടും, രണ്ട് വാക്കുകൾ. ഇങ്ങനെ വൈറ്റ് സ്പേസസ് ഒരിക്കലും നമ്മൾക്ക് ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സം സ്റ്റാർ ഓഫ് ഇതേപോലെയുള്ള സ്പെഷ്യൽ സിമ്പിൾസോ അല്ലെങ്കിൽ സം പ്ലസ് എന്നോ ഇതേപോലെയുള്ള സ്പെഷ്യൽ സിമ്പിൾസ്, വൈറ്റ് സ്പേസസും സ്പെഷ്യൽ സിമ്പിൾസും നമ്മൾക്ക് ഈ പറയുന്ന ഐഡന്റിഫയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ലാസ്റ്റ് റൂള് പറയുന്നത് ഇതാണ്, അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ആർ കൺസിഡേർഡ് ഡിഫറെന്റ്. അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ആർ കൺസിഡേർഡ് ഡിഫറെന്റ്. ഇപ്പൊ രണ്ടിനെയും രണ്ടായിട്ടാണ് കണക്കാക്കുക. അതായത് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ സം എന്ന് എഴുതിയാലും സ്മോൾ ലെറ്ററിൽ സം എന്ന് എഴുതിയാലും ഇത് രണ്ടും രണ്ട് ഡിഫറെന്റ് ഐഡന്റിഫയേഴ്സ് ആയിട്ടാണ് കണക്കാക്കുക. ഇത് രണ്ടും സെയിം ഐഡന്റിഫയർ അല്ല, ഇത് രണ്ടും ഡിഫറെന്റ് ഐഡന്റിഫയേഴ്സ് ആയിട്ടാണ് കണക്കാക്കുക. ഇത്രയാണ് ഐഡന്റിഫയറിന്റെ റൂൾസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, റൂൾസ് ആയിട്ടും ചോദിക്കാം. ഐഡന്റിഫയർ ഡിഫൈൻ ചെയ്യാനുള്ള റൂൾസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് കുറെ ഐഡന്റിഫയേഴ്സ് തന്നിട്ട് അതിൻ്റെ അകത്ത് വാലിഡ് ഐഡന്റിഫയേഴ്സ് ഏതൊക്കെയാണ്, ഇൻവാലിഡ് ഐഡന്റിഫയേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് ചോദ്യങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ റൂൾസ് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഐഡന്റിഫയർ ഡിഫൈൻ ചെയ്യാനുള്ള റൂൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐഡന്റിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ആണ്. ഫംഗ്ഷനും വേരിയബിൾസിനൊക്കെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ഡിഫൈൻ ചെയ്യുന്ന റൂൾസ്, ഐഡന്റിഫയറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള റൂൾസ് എന്ന് പറയുന്ന ഒന്നാമത്തേത്, കീവേഡ്സിനെ ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ആൽഫബറ്റ്, ഡിജിറ്റ്, അണ്ടർസ്കോർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ക്യാരക്ടർ ഒന്നെങ്കിൽ ഒരു ആൽഫബറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. വൈറ്റ് സ്പേസസോ സ്പെഷ്യൽ സിമ്പിൾസോ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അപ്പർ കേസിനെയും ലോവർ കേസിനെയും രണ്ടായിട്ടാണ് കണക്കാക്കുക. വേറെ വേറെ എന്താണ്, രണ്ടും ആദ്യത്തെ ക്യാപിറ്റൽ ലെറ്ററും രണ്ടാമത്തെ സ്മോൾ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ അത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സ് ആയിട്ടാണ് കണക്കാക്കുക. ഇത്രയാണ് ഐഡന്റിഫയർ ഡിഫൈൻ ചെയ്യാനുള്ള റൂൾസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ അതിൻ്റെ അകത്തെ ഒരു പ്രോബ്ലം നിങ്ങൾ നോട്ടിൽ ചെയ്തിട്ടുണ്ടാവും. കുറെ ഐഡന്റിഫയേഴ്സ് തന്നിട്ട് അതിൻ്റെ അകത്തെ വാലിഡ് ഐഡന്റിഫയേഴ്സും ഇൻവാലിഡ് ഐഡന്റിഫയേഴ്സും കണ്ടുപിടിക്കാൻ. അതിൻ്റെ അകത്ത് ഇൻവാലിഡ് ആണെങ്കിൽ എന്തുകൊണ്ട് ഇൻവാലിഡ് ആയി എന്നും എഴുതണം. നിങ്ങൾ വെറുതെ ഇൻവാലിഡ് ഇൻവാലിഡ് എന്ന് എഴുതി പോയാൽ പോരാ, എന്തുകൊണ്ട് ഇൻവാലിഡ് ആയി എന്നും കൂടെ എഴുതണം. അപ്പൊ നമ്മൾ വൺ സം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ഐഡന്റിഫയർ ആണ്. കാരണം ഇതിനകത്ത് ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഡിജിറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ റൂളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദ ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ആൽഫബറ്റ്, മസ്റ്റ് ബി ആൻ ആൽഫബറ്റ് ഓർ എ അണ്ടർസ്കോർ ഓർ ആൻ അണ്ടർസ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടുമല്ല ഡിജിറ്റ് വെച്ച് തുടങ്ങിയത് കൊണ്ട് ദാറ്റ് ഈസ് ഇൻവാലിഡ്, ഡിജിറ്റ് വെച്ച് തുടങ്ങിയതുകൊണ്ട്. പിന്നെ അതേപോലെ തന്നെ സം ഓഫ് ടു നമ്പേഴ്സ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ഇൻവാലിഡ് ആണ്, കാരണം വൈറ്റ് സ്പേസ് ഉപയോഗിച്ചതുകൊണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബ്രേക്ക് എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഇത് ഇൻവാലിഡ് ആയിട്ടുള്ള ഐഡന്റിഫയർ ആണ്, കാരണം ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ പറയാണ് ഏതാണ്, സം പ്ലസ് ത്രീ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആയിട്ടുള്ള ഐഡന്റിഫയർ ആണ്, കാരണം ഇതിനകത്ത് നമ്മൾ പ്ലസ് എന്ന് പറയുന്ന സ്പെഷ്യൽ സിമ്പൽ ഉപയോഗിച്ചുകൊണ്ട് അത് ഇൻവാലിഡ് ഐഡന്റിഫയർ ആണ്. പിന്നെ നമ്മൾ പറയുന്നത് വെറുതെ സം എന്ന് എഴുതി കഴിഞ്ഞാൽ അത് വാലിഡ് ഐഡന്റിഫയർ ആണ്. അല്ലെങ്കിൽ സം അണ്ടർസ്കോർ ഓഫ് അണ്ടർസ്കോർ ടു അണ്ടർസ്കോർ നമ്പേഴ്സ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് വാലിഡ് ആയിട്ടുള്ള ഐഡന്റിഫയർ ആണ്, കാരണം ഇതിനകത്ത് വൈറ്റ് സ്പേസ് വന്നിട്ടില്ല. വൈറ്റ് സ്പേസിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, അണ്ടർസ്കോർ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടു എന്ന് പറയുന്നത് ഒരു ഡിജിറ്റ് ആണ്, ഡിജിറ്റ് നമ്മൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പൊ ഇത് വാലിഡ് ആയിട്ടുള്ള ഐഡന്റിഫയർ ആണ്, ഇത് രണ്ടും വാലിഡ് ആണ്. പിന്നെ നമ്മൾ നമ്പർ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതും വാലിഡ് ആയിട്ടുള്ള ഐഡന്റിഫയർ ആണ്. നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 2 അല്ലെങ്കിൽ നമ്പർ 3 എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് വാലിഡ് ആയിട്ടുള്ള ഐഡന്റിഫയർ ആണ്. അതേസമയം 3 നമ്പർ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആണ്, കാരണം ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഐഡന്റിഫയേഴ്സ് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് റൂൾസ്, ഐഡന്റിഫയർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനും ഐഡന്റിഫയറിനെ ഡിഫൈൻ ചെയ്യാനുള്ള റൂൾസിനെ കുറിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ കുറച്ച് ഐഡന്റിഫയേഴ്സ് തന്നിട്ട് ഇതിൻ്റെ അകത്ത് ഏതൊക്കെ വാലിഡ് ആണ് ഏതൊക്കെ ഇൻവാലിഡ് ആണ്, ഇൻവാലിഡ് ആവാനുള്ള റീസൺ എന്താണ്, ഇത്രയും എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ടോക്കൺ, ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം കീവേഡ്സ് പഠിച്ചു, രണ്ടാമത്തേതാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ
കീവേഡ്സ് എല്ലാം കാണാപ്പാഠം പഠിക്കേണ്ട, ഏകദേശം നമ്മൾ പഠിച്ച കീവേഡ്സ് തന്നെ എക്സാമിനൊക്കെ ചോദിക്കുള്ളൂ. അല്ലാതെ അതായത് നമ്മൾ ഇതുവരെ ഏതെങ്കിലും പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച കീവേഡ്സ് മാത്രമേ ഈ ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് ചോദിക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ കേൾക്കാത്ത കീവേഡ്സ് ഒന്നും ചോദിക്കൂല. കാരണം ഐഡൻറ്റിഫയേഴ്സ് 48 കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ, കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ടോക്കൺ ആണ് ലിറ്ററൽസ്. തേർഡ് വൺ, ലിറ്ററൽസ്. Literals are also known as constants. Literals are also known as constants. Literals constants എന്ന് കൂടെ അറിയപ്പെടും. They are tokens that do not change their value during execution. എക്സിക്യൂഷന്റെ സമയത്ത് വാല്യൂ ചേഞ്ച് ചെയ്യാത്ത തരത്തിലുള്ള ടോക്കൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ വേരിയബിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിറ്ററൽസ്. വാല്യൂ ചേഞ്ച്, വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതാണ്. പക്ഷേ വാല്യൂ ചേഞ്ച് ചെയ്യാത്ത തരത്തിലുള്ള വേരിയബിൾസ് അല്ലെങ്കിൽ ടോക്കൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിറ്ററൽസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ്സ്. They are literals or constants are tokens that do not change their value during execution. ഇനി ഈ ലിറ്ററൽസിനെ തന്നെ നമ്മൾക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻറ്റീജർ ലിറ്ററൽസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ്, ക്യാരക്ടർ ലിറ്ററൽസ് ആൻഡ് സ്ട്രിംഗ് ലിറ്ററൽസ്. അതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം അറിയായിരിക്കും. ഇൻറ്റീജർ ലിറ്ററൽ, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ, ക്യാരക്ടർ ലിറ്ററൽ ആൻഡ് സ്ട്രിംഗ് ലിറ്ററൽ. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇൻറ്റിജർ ലിറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇഫ് ദ കോൺസ്റ്റന്റ് വാല്യൂ ഈസ്, ഇഫ് ദ കോൺസ്റ്റന്റ് വാല്യൂ ഈസ് ആൻ ഇൻറ്റിജർ ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ഇൻറ്റിജർ ലിറ്ററൽ. അതിന്റെ റൂൾസ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. ഇൻറ്റിജർ ലിറ്ററൽ ആവാനുള്ള സെറ്റ് ഓഫ് റൂൾസും ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ ആവാനുള്ള സെറ്റ് ഓഫ് റൂൾസും ഒക്കെ തന്നിട്ടുണ്ട്. ആ റൂളുകളൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഇൻറ്റിജർ ലിറ്ററൽ, എന്താണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ, എന്താണ് ക്യാരക്ടർ ലിറ്ററൽ, എന്താണ് സ്ട്രിംഗ് ലിറ്ററൽ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇൻറ്റിജർ ലിറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if the constant value is an integer then it is known as integer literal. അതായത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വാല്യൂ, ചേഞ്ച് ചെയ്യാത്ത ഒരു വാല്യൂവിനെയാണ് നമ്മൾ ലിറ്ററൽ എന്ന് വിളിക്കുന്നത്. ആ ചേഞ്ച് ചെയ്യാത്ത വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻറ്റീജർ ലിറ്ററൽ. ഇൻറ്റീജർ ലിറ്ററൽ. If the constant value is a floating point number or a fractional number. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്ന് പറയുന്ന വേറെ പേരാണ് ഫ്രാക്ഷണൽ നമ്പർ. അപ്പോൾ if the constant value is a floating point number or fractional number then it is known as floating point literal. Floating point literal എന്ന് പറയും. ഇനി ക്യാരക്ടർ ലിറ്ററൽ ആണെങ്കിലോ സിംഗിൾ ക്യാരക്ടർ റെപ്രസെന്റഡ് ഇൻ സിംഗിൾ കൊട്ടേഷൻ. സിംഗിൾ ക്യാരക്ടർ represented in single quotation. Single character represented in single quotation is known as a character literal. അപ്പോൾ സിംഗിൾ കൊട്ടേഷനിലെ സിംഗിൾ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു 1 എഴുതി സിംഗിൾ ക്യാരക്ടർ എഴുതി കഴിഞ്ഞാൽ, സിംഗിൾ കൊട്ടേഷൻ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ക്യാരക്ടർ ലിറ്ററൽ. ഒരു എ എഴുതി സിംഗിൾ കൊട്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ക്യാരക്ടർ ലിറ്ററൽ. ഒരു സ്റ്റാർ എഴുതി സിംഗിൾ കൊട്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ക്യാരക്ടർ ലിറ്ററൽ. സിംഗിൾ ക്യാരക്ടർ ഇൻ സിംഗിൾ കൊട്ടേഷൻ ഈസ് നോൺ ആസ് എ ക്യാരക്ടർ ലിറ്ററൽ. ഇനി 9A എന്ന് എഴുതി സിംഗിൾ കൊട്ടേഷനിൽ ദാറ്റ് ഈസ് ഇൻവാലിഡ്. കാരണം സിംഗിൾ കൊട്ടേഷനിൽ എത്ര ക്യാരക്ടേഴ്സേ പറ്റുള്ളൂ? സിംഗിൾ ക്യാരക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 9A എന്ന് പറയുമ്പോൾ അവിടെ 2 ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻവാലിഡ്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താണ് ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് എസ്കേപ്പ് സീക്വൻസ്. ഈ ക്യാരക്ടർ ലിറ്ററലിന്റെ ഒരു സ്പെഷ്യൽ കേസാണ് escape sequence എന്ന് പറയുന്നത്. escape sequences are used for entering non-graphic characters that cannot be represented through keyboard. കീബോർഡ് ഉപയോഗിച്ച് നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എസ്കേപ്പ് സീക്വൻസസ് ഉപയോഗിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഒക്കെ ആയിട്ട് ഇട്ട് തന്നായിരുന്നു. എന്തിനാണ് എസ്കേപ്പ്? സ്ക്രീൻഷോട്ട് അല്ല, സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നായിരുന്നു. നമ്മൾ ഔട്ട്പുട്ട് കാണുന്ന സമയത്ത് ഔട്ട്പുട്ട് ഒരു സിംഗിൾ ലൈനിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. അതിനെ അടുത്ത ലൈനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾക്ക് എൻ്റർ കീ പ്രസ് ചെയ്തിട്ട് അടുത്ത ലൈനിലേക്ക് കൊണ്ടുവരാനൊന്നും പറ്റില്ല C++ പ്രോഗ്രാമിന്റെ കേസിൽ. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? നെക്സ്റ്റ് ലൈനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ /n എന്ന് പറയുന്ന എസ്കേപ്പ് സീക്വൻസ് ഉപയോഗിക്കണം. അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ടാബ്, ഒരു സ്പേസ് കൂടുതൽ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ /t എന്ന് പറയുന്ന എസ്കേപ്പ് സീക്വൻസ് ഉപയോഗിക്കണം. ഓഡിബിൾ ബെല്ല് കേൾക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ /a എന്ന് പറയുന്ന എസ്കേപ്പ് സീക്വൻസിനെ ഉപയോഗിക്കണം.
അപ്പോൾ ഇത് ഇങ്ങനെ ഉള്ള നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സിനെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ്കേപ്പ് സീക്വൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എസ്കേപ്പ് സീക്വൻസിൻ്റെ ഡെഫിനേഷനെ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണ് എസ്കേപ്പ് സീക്വൻസ് എന്ന് പഠിച്ചിരിക്കണം. എസ്കേപ്പ് സീക്വൻസസ് ആർ യൂസ്ഡ് ഫോർ എൻ്ററിങ് നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സ് ദാറ്റ് കനോട്ട് ബി എൻറ്റേർഡ് ത്രൂ എ കീബോർഡ് അല്ലെങ്കിൽ റെപ്രസെൻറ്റഡ് ത്രൂ എ കീബോർഡ്. കീബോർഡ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാനോ എൻ്റർ ചെയ്യാനോ പറ്റാത്ത നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസ്കേപ്പ് സീക്വൻസ് ഉപയോഗിക്കുന്നത്. ദേ ആർ സ്പെഷ്യൽ കേസ് ഓഫ് ക്യാരക്ടർ ലിറ്റർ. ക്യാരക്ടർ ലിറ്ററിൻ്റെ സ്പെഷ്യൽ കേസാണ്. There are two characters represented in single quotation in an escape sequence. ഒരു escape sequence ൽ രണ്ട് ക്യാരക്ടേഴ്സിനെയാണ് സിംഗിൾ quotationൽ റെപ്രസെന്റ് ചെയ്തത്. ഫസ്റ്റ് ക്യാരക്ടർ വിൽ ബി എ ബാക്ക് സ്ലാഷ്. ആദ്യത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ബാക്ക് സ്ലാഷ് ആയിരിക്കും. ആൻഡ് ദ സെക്കൻഡ് ക്യാരക്ടർ ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ യൂസ് ഓഫ് ദ എസ്കേപ്പ് സീക്വൻസ്. ഈ എസ്കേപ്പ് സീക്വൻസിന്റെ യൂസ് എന്താണോ അതിനനുസരിച്ച് സെക്കൻഡ് ക്യാരക്ടർ മാറും. ആദ്യത്തെ ക്യാരക്ടർ എപ്പോഴും സ്ലാഷ് ആയിരിക്കും. രണ്ടാമത്തേത് എ കൊടുക്കുകയാണെങ്കിൽ ഓഡിബിൾ ബെൽ, രണ്ടാമത്തേത് ടി കൊടുക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ടാബ്, എൻ കൊടുക്കുകയാണെങ്കിൽ ന്യൂ ലൈൻ. അപ്പോൾ അതിന്റെ ആവശ്യത്തിനനുസരിച്ച് സെക്കൻഡ് ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കും. ദിസ് ഈസ് റെപ്രസെന്റഡ് ഇൻ എ സിംഗിൾ കൊട്ടേഷൻ. ഒരു സിംഗിൾ കൊട്ടേഷനിലായിരിക്കണം നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് എസ്കേപ്പ് സീക്വൻസ്. അത് ക്യാരക്ടർ ലിറ്ററലിന്റെ സ്പെഷ്യൽ കേസ് ആണ്. അപ്പോൾ ഈ സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, വാലിഡ് ആയിട്ടുള്ള ക്യാരക്ടർ ലിറ്ററൽസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, ഇൻവാലിഡ് ആണെങ്കിൽ എന്തുകൊണ്ട് ഇൻവാലിഡ് ആയി എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. സ്ലാഷ് എൻ എന്ന് നിന്ന് കഴിഞ്ഞാൽ അത് വാലിഡ് ആണ്. സ്ലാഷ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാലിഡ് ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡ് ആണ്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡ് ആണ്. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡ് ആണ്. അതേസമയം സ്റ്റാർ പ്ലസ് എന്ന് പറഞ്ഞ സിംഗിൾ കൊട്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻവാലിഡ്. കാരണം എന്താണ്? ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് വന്നാൽ അത് ഇൻവാലിഡ് ആണ്. ഇനി ലാസ്റ്റ് വൺ ഈസ് സ്ട്രിംഗ് ലിറ്ററൽ. സ്ട്രിംഗ് ലിറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് റെപ്രസെന്റഡ് ഇൻ ഡബിൾ കൊട്ടേഷൻ. മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് റെപ്രസെന്റഡ് ഇൻ ഡബിൾ കൊട്ടേഷൻ. ഡബിൾ കൊട്ടേഷനിൽ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതിനെയാണ് സ്ട്രിംഗ് ലിറ്ററൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരക്ടർ ലിറ്ററൽ ആണെങ്കിൽ സിംഗിൾ ക്യാരക്ടർ ഇൻ സിംഗിൾ കൊട്ടേഷൻ. ഇതാണെങ്കിൽ സ്ട്രിംഗ് ലിറ്ററൽ ആണെങ്കിൽ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഇൻ ഡബിൾ കൊട്ടേഷൻ. ഡബിൾ കൊട്ടേഷനിൽ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സ്ട്രിംഗ് ലിറ്ററൽ. അപ്പോൾ നമ്മൾ വെൽക്കം എന്ന ഡബിൾ കൊട്ടേഷനിൽ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ വാലിഡ് സ്ട്രിംഗ് ലിറ്ററൽ. ഇനി ഡബിൾ കൊട്ടേഷനിൽ വെറുതെ എ എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ വാലിഡ് സ്ട്രിംഗ് ലിറ്ററൽ. ഡബിൾ കൊട്ടേഷനിൽ വെറുതെ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ വാലിഡ് സ്ട്രിംഗ് ലിറ്ററൽ ആണ്. ഡബിൾ കൊട്ടേഷനിൽ സ്റ്റാർ എന്ന് എഴുതി കഴിഞ്ഞാൽ വാലിഡ് സ്ട്രിംഗ് ലിറ്ററൽ ആണ്. പ്ലസ് മൈനസ് സ്റ്റാർ എന്ന ഡബിൾ കൊട്ടേഷനിൽ എഴുതി കഴിഞ്ഞാൽ വാലിഡ് സ്ട്രിംഗ് ലിറ്ററൽ ആണ്. അപ്പോൾ ഏതൊരു ക്യാരക്ടേഴ്സിനെയും നമ്മൾ മൾട്ടിപ്പിൾ ആണെങ്കിലും സിംഗിൾ ആണെങ്കിലും ഡബിൾ കൊട്ടേഷനിൽ എഴുതി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രിംഗ് ലിറ്ററൽ. അപ്പോൾ ഇത്രയാണ് ലിറ്ററൽസിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലിറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആർ ലിറ്ററൽസ് എന്ന് ചോദിക്കാം. ലിറ്ററൽസ് ആർ ടോക്കൺസ് ഓർ വേരിയബിൾസ് ദാറ്റ് ഡു നോട്ട് ചേഞ്ച് ദെയർ വാല്യൂ ഡ്യൂറിങ് എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ്റെ സമയത്ത് വാല്യൂ ചേഞ്ച് ചെയ്യാത്ത തരത്തിലുള്ള വേരിയബിൾസിനെ അല്ലെങ്കിൽ എന്തിനാണ് ടോക്കൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിറ്ററൽസ്. ലിറ്ററൽസ് 4 തരത്തിലുണ്ട്. ഇൻറ്റിജർ ലിറ്ററൽസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ്, ക്യാരക്ടർ ലിറ്ററൽസ്, സ്ട്രിംഗ് ലിറ്ററൽസ്. 4 തരത്തിലുള്ള ലിറ്ററൽസ് ആണുള്ളത്. അതിൻ്റെ അത് ഫസ്റ്റ് വൺ ആണ് ഇൻറ്റിജർ ലിറ്ററൽ. കോൺസ്റ്റന്റ് വാല്യൂ ഇൻറ്റിജർ ആണെങ്കിൽ ദറ്റ് ഈസ് നോൺ ആസ് ഇൻറ്റിജർ ലിറ്ററൽ. കോൺസ്റ്റന്റ് വാല്യൂ ഫ്രാക്ഷണൽ അതായത് ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പർ ആണെങ്കിൽ അതിനെ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ എന്ന് പറയും. ക്യാരക്ടർ ലിറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ക്യാരക്ടർ റെപ്രസെന്റഡ് ഇൻ സിംഗിൾ കൊട്ടേഷൻ. അതാണ് ക്യാരക്ടർ ലിറ്ററൽ. അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത്. എസ്കേപ്പ് സീക്വൻസ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? for entering non-graphic characters that cannot be entered through a keyboard or represented through in a keyboard. Keyboard ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാനോ എൻ്റർ ചെയ്യാനോ പറ്റാത്ത നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ് എസ്കേപ്പ് സീക്വൻസ് ഉപയോഗിക്കുന്നത്. They have 2 characters in single quotation. 2 characters single quotationലുണ്ട്. First character will be a backslash. ആദ്യത്തെ character backslashും second character changes according to the usage of the escape sequence. എന്തിനു വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഈ സെക്കൻഡ് ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കും. അതാണ് എസ്കേപ്പ് സീക്വൻസിന്റെ പ്രത്യേകത. ഇനി ലാസ്റ്റ് വൺ സ്ട്രിംഗ് ലിറ്ററൽ. മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് റെപ്രസെന്റഡ് ഇൻ ഡബിൾ കൊട്ടേഷൻ. ഡബിൾ കൊട്ടേഷനിൽ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് സ്ട്രിംഗ് ലിറ്ററൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ സെക്ഷനിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് കുറേ ലിറ്ററൽസ് തന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഇപ്പോൾ കുറേ ലിറ്ററൽസ് ഇപ്പോൾ തരികയാണ് 1 1 1 1.0. ഈ 4 എണ്ണം, ഈ 4ന്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ സെയിം ആണ്, 1 ആണ്. ഇത് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ലിറ്ററൽ ആണെന്നുള്ള ബേസിൽ ക്ലാസിഫൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ
ഈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇന്റിജർ ലിറ്ററൽ. 1 എന്ന് പറയുന്ന ഒരു ഇന്റിജർ വാല്യൂ ആണ്, ദാറ്റ് ഈസ് ആൻ ഇന്റിജർ ലിറ്ററൽ. സിംഗിൾ കൊട്ടേഷനിൽ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഒന്നുമില്ല, ഫോൺ താഴെ വീണത്. സിംഗിൾ കൊട്ടേഷനിൽ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ക്യാരക്ടർ ലിറ്ററൽ. സിംഗിൾ കൊട്ടേഷനിൽ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ക്യാരക്ടർ ലിറ്ററൽ. ഡബിൾ കൊട്ടേഷനിലാണ് നമ്മൾ 1 എന്ന് എഴുതിയിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് സ്ട്രിംഗ് ലിറ്ററൽ. ഡബിൾ കൊട്ടേഷനിൽ എഴുതി കഴിഞ്ഞാൽ അത് സ്ട്രിംഗ് ലിറ്ററൽ ആണ്. 1.0 എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഇത് ഫ്രാക്ഷണൽ നമ്പർ, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ്. ദാറ്റ് ഈസ് എ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ ആണ്. അപ്പൊ ഇത്രയാണ് ടൈപ്സ് ഓഫ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. അപ്പൊ കുറെ ലിറ്ററൽസ് വന്നിട്ട് ക്ലാസിഫൈ, ഇപ്പം വെൽക്കം ഇങ്ങനെ തന്നെ ആയിക്കോണമെന്നില്ല. ഡബിൾ കൊട്ടേഷനിൽ വെൽക്കം തരുന്നു, 1 തരുന്നു, 123, 1320.25 /n, ഇങ്ങനെ കുറെ എണ്ണം തന്നു കഴിഞ്ഞാൽ തന്നിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഓരോന്നായിട്ട് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് അത് ഏത് ടൈപ്പ് ലിറ്ററൽ ആണെന്ന് എഴുതാം. ഇപ്പൊ ഡബിൾ കൊട്ടേഷനിൽ വെൽക്കം എന്ന് എഴുതിയിരിക്കുന്നത് സ്ട്രിംഗ് ലിറ്ററൽ ആണ്. വെറുതെ ഒരു 1 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഇന്റിജർ ലിറ്ററൽ ആണ്. 123 എന്ന് എഴുതി കഴിഞ്ഞാൽ അതും ഇന്റിജർ ലിറ്ററൽ ആണ്. ഇനി 1320.25 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷണൽ നമ്പർ ആണ്, അത് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ ആണ്. അതേസമയം ഇതിനൊരു ഡബിൾ കൊട്ടേഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും? ഡബിൾ കൊട്ടേഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ട്രിംഗ് ലിറ്ററൽ ആയിട്ട് മാറും. ഇനി സിംഗിൾ കൊട്ടേഷനിൽ എ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ക്യാരക്ടർ ലിറ്ററൽ ആണ്. സിംഗിൾ കൊട്ടേഷനിൽ /n എന്ന് എഴുതി കഴിഞ്ഞാൽ അതും ക്യാരക്ടർ ലിറ്ററൽ ആണ്. അതിന്റെ സ്പെഷ്യൽ കേസായ എസ്കേപ്പ് സീക്വൻസ് ആണ്. അപ്പൊ ഇങ്ങനെ കുറെ ലിറ്ററൽസ് തന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി അതേപോലെ തന്നെ ക്യാരക്ടർ ലിറ്ററൽ വാലിഡ് ആണോ അല്ലയോ എന്ന് ചോദിക്കും. ഇപ്പൊ രണ്ട് ക്യാരക്ടർ, ഇപ്പൊ സിംഗിൾ കൊട്ടേഷനിൽ എ എന്ന് തന്നു കഴിഞ്ഞാൽ വാലിഡ് ആണ്. അത് സിംഗിൾ കൊട്ടേഷനിൽ A1 എന്ന് തന്നു കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആണ്, കാരണം 2 ക്യാരക്ടേഴ്സ് വന്നു. അപ്പൊ ഇങ്ങനെ വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് ഉള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ ഇതേപോലെയുള്ള ക്ലാസിഫിക്കേഷൻ ക്വസ്റ്റ്യൻസും ഒക്കെ ഈ സെക്ഷനിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. ഈ ടൈപ്സ് ഓഫ് എസ്കേപ്പ് സീക്വൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അല്ലാതെ ഈ ടൈപ്സ് ഓഫ് ലിറ്ററൽസ് ഒന്നും ഇതിനു മുമ്പ് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ലിറ്ററൽസ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടൊന്നും ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ഇന്ത്യൻ ലിറ്ററൽ, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ എസ്കേപ്പ് സീക്വൻസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ എസ്കേപ്പ് സീക്വൻസ്, ഗിവ് ആൻ എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ സെക്ഷനിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് കുറേ ടൈപ്പ് ലിറ്ററൽസ് തന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ചോദ്യമാണ് കൂടുതലായിട്ടും ഈ സെക്ഷനിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അകത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇനി ഇതിൻ്റെ അകത്ത് അടുത്ത ടൈപ്പ് ഓഫ് ലിറ്ററലാണ്. 2 ടൈപ്സ് ഓഫ് ലിറ്ററലും കൂടിയാണ് ബാക്കിയുള്ളത്, പങ്ക്ച്വേറ്റേഴ്സും ഓപ്പറേറ്റേഴ്സും. അതിൻ്റെ അകത്ത് അടുത്തതാണ് പങ്ക്ച്വേറ്റേഴ്സ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി, പങ്ക്ച്വേറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. +123 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ടൈപ്പ് ലിറ്ററലാണ്? +123 ഇതൊക്കെ ഞാൻ അന്ന് ക്ലാസ്സിൽ വൃത്തിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഈ റിവിഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒരു അക്ഷരം മറിച്ച് നോക്കാതെയാണ് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. പല പാരൻസും വിളിച്ചിട്ട് പറയുന്നുണ്ട് ഒരു അക്ഷരം മറിച്ച് നോക്കുന്നില്ല. ഞാൻ ഈ ഡിസ്കഷൻ ഇവിടെ നിർത്തിയിട്ട് മര്യാദയ്ക്ക് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. ഇങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ എനിക്ക് എളുപ്പമുണ്ടല്ലോ, ഇങ്ങനെ നിന്നിട്ട് പറയണ്ടല്ലോ. ഒരാൾക്ക് ഇതിൻ്റെ അകത്ത് ഉത്തരം പറയാനില്ല. ഈ +123 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ലിറ്ററലാണ്? ഇന്റിജർ ലിറ്ററലാണ്. ഇത് നിങ്ങളൊന്ന് വാ തുറന്ന് എന്തെങ്കിലും പറ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ ബുക്ക് നോക്കിയിട്ടെങ്കിലും നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ? അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു നമ്പർ എഴുതിയിട്ട് അതിന്റെ സൈനിന് വേണ്ടിയിട്ട് ഇന്റിജർ ലിറ്ററലിന്റെ റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ആ റൂൾസ് ഇമ്പോർട്ടൻ്റ് അല്ല, റൂൾസ് ആയിട്ട് ഒരിക്കലും ചോദിക്കില്ല. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ +123 എന്ന് എഴുതിയാലും -123 എന്ന് എഴുതിയാലും വെറുതെ 123 എന്ന് എഴുതിയാലും ഇതെല്ലാം വാലിഡ് ആയിട്ടുള്ള ഇന്റിജർ ലിറ്ററൽസ് ആയിട്ടാണ് കണക്കാക്കുക. 12 + 3 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു ഇന്റിജർ ലിറ്ററൽ അല്ല, കാരണം പ്ലസ് ഇതിന്റെ ഇടയിലാണ് വന്നിരിക്കുന്നത്.
അപ്പൊ നമുക്ക് ഒരു നമ്പറിന്റെ സൈനിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, സൈനിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലസോ അല്ലെങ്കിൽ ഒരു മൈനസോ നമ്മൾക്ക് ഉപയോഗിക്കാം. നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ പ്ലസും, നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ മൈനസോ നമ്മൾക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ ഉപയോഗിച്ചാൽ ആ സൈൻ വന്നിട്ടുണ്ടെങ്കിലും അത് വാലിഡ് ആയിട്ടുള്ള ഇന്റിജർ ലിറ്ററൽസ് തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന്റെ കേസ്. -12.3 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സൈനിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈനസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതും വാലിഡ് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററലാണ്. അപ്പൊ ഇതാണ് ഇത് നമ്മൾ വാലിഡ് ഇൻവാലിഡ് ഏതാണ് അല്ല ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് ടൈപ്പ് ലിറ്ററൽ ആണെന്നുള്ളത് ക്ലാസിഫൈ ചെയ്യാൻ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്, ഈ സൈനിന്റെ കേസ്. പിന്നെ വരുന്നതാണ് പങ്ക്ച്വേറ്റേഴ്സ്. പങ്ക്ച്വേറ്റേഴ്സ് ആർ സിംബൽസ് ദാറ്റ് പ്രൊവൈഡ് syntactic and semantic meanings to a C++ program. To a program. ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിന് സിന്റാക്റ്റിക് അല്ലെങ്കിൽ സെമാൻറ്റിക് മീനിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ സിംബൽസിനെ പ്രോഗ്രാമിനല്ല കമ്പൈലറിന് സിന്റാക്റ്റിക് ആൻഡ് സെമാൻറ്റിക് മീനിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പങ്ക്ച്വേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. പങ്ക്ച്വേറ്റേഴ്സ് ആർ സെമാറ്റിക്. ഓക്കെ, punctuators are special symbols used for providing syntactic and semantic meanings to the compiler. കമ്പൈലറിന് സിന്റാക്റ്റിക്കും സെമാൻറ്റിക്കുമായിട്ടുള്ള മീനിങ്സ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ സിംബൽസിനെയാണ് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് സാധാരണ റിട്ടൺ ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് തീർന്നു, ഒരു സെന്റൻസ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കും, നമ്മൾ ഇടയ്ക്ക് കോമ ഉപയോഗിക്കും, സെമി കോളൻ ഉപയോഗിക്കും. ഇതേപോലെയുള്ള പല സിമ്പിൾസും നമ്മൾ ആൻഡ് എന്ന് പറയുന്ന സിമ്പിളൊക്കെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ റിട്ടൺ ലാംഗ്വേജിലോ നമ്മൾ പറയുമ്പോഴോ നമ്മൾ ഇതേപോലെ റിട്ടൺ നമ്മൾ എഴുതുന്ന സമയത്ത് ഇതേപോലെയുള്ള സിമ്പിൾസ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? സെന്റൻസ് തീർന്നു അല്ലെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ചേർത്ത് പറയാനുണ്ടെങ്കിൽ നമ്മൾ കോമയിട്ട് എഴുതും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഒരു ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് കൊടുക്കണമെങ്കിൽ നമ്മളത് ബ്രാക്കറ്റ് ഇട്ട് എഴുതും. അപ്പൊ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ അതിന്റെ ഗ്രാമാറ്റിക്കൽ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഒരു C++ പ്രോഗ്രാമിന്റെ ഗ്രാമാറ്റിക്കൽ കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില സിംബൽസിനെയാണ് നമ്മൾ പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഓപ്പണിംഗ് കേർലി ബ്രാക്കറ്റ്, ക്ലോസിംഗ് കേർലി ബ്രാക്കറ്റ്, സെമി കോളൻ, കോമ. ഇതെല്ലാം ഈ പറയുന്ന പങ്ക്ച്വേറ്റേഴ്സിന്റെ ബ്രാക്കറ്റ്, ഇതെല്ലാം പങ്ക്ച്വേറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഹാഷ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം പങ്ക്ച്വേറ്റേഴ്സ് ആണ്. അപ്പൊ ഹാഷ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഹാഷ് എന്ന് പറയുന്ന സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് ഹാഷ് നമ്മൾ പറഞ്ഞായിരുന്നു പ്രീ പ്രോസസർ ഡയറക്റ്റീവ് അടുത്ത ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നതാണ്, 6ാമത്തെ പാഠത്തിൽ. പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിമ്പിളാണ് ഹാഷ് എന്ന് പറയുന്നത്. അപ്പൊ ഹാഷ് എന്ന് പറയുന്ന സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ മതി? ഒരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ്. അപ്പൊ നമ്മൾ കമ്പൈലറിന് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്, ഇനി എഴുതാൻ പോകുന്നത് ഒരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ് എന്നുള്ളൊരു നിർദ്ദേശം കമ്പൈലറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹാഷ് എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇൻറ്റ് മെയിൻ കഴിഞ്ഞാൽ ഉടനെ ഓപ്പണിംഗ് കേർലി ബ്രാക്കറ്റും പ്രോഗ്രാം തീരുന്നിടത്ത് ക്ലോസിംഗ് കേർലി ബ്രാക്കറ്റും ഇടും. അപ്പൊ ഓപ്പണിംഗ് കേർലി ബ്രാക്കറ്റ് കാണുമ്പോൾ എന്ത് മനസ്സിലാക്കാം? പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്സ് തുടങ്ങുകയാണ്. ക്ലോസിംഗ് കേർലി ബ്രാക്കറ്റ് കാണുമ്പോൾ എന്ത് മനസ്സിലാക്കാം? പ്രോഗ്രാം തീർന്നു. ഓരോ സ്റ്റേറ്റ്മെന്റും തീരുന്നിടത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സെമി കോളൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ സെമി കോളൻ കണ്ടാൽ എന്ത് മനസ്സിലാക്കാം? ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തീർന്നു. അപ്പൊ ഇങ്ങനെ ഗ്രാമാറ്റിക്കൽ പെർഫെക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പൈലറിന് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പങ്ക്ച്വേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, സിന്റാക്റ്റിക്കും സെമാൻറ്റിക്കും. അതിൽ സിന്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞ കാര്യമാണ്. സിന്റാക്സ് റെഫേഴ്സ് ടു ദ ഗ്രാമർ ഓഫ് എ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിന്റെ ഗ്രാമറിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിന്റാക്സ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതെല്ലാം സിന്റാക്സ് പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് തീരുന്നിടത്ത് സെമി കോളൻ ഇടുന്നു, തുടങ്ങുമ്പോൾ ഓപ്പണിംഗ് കേർലി ബ്രാക്കറ്റ്, തീരുന്നിടത്ത് ക്ലോസിംഗ് കേർലി ബ്രാക്കറ്റ്. ഇതെല്ലാം ആ ഗ്രാമാറ്റിക്കൽ പെർഫെക്ഷന് വേണ്ടിയിട്ട്, സിന്റാക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് സിന്റാക്സ്. ഇനി സെമാൻറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ മീനിങ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥത്തെ കുറിച്ചാണ് അത് പറയുന്നത്. ഇപ്പൊ നമ്മള് ഇന്റ് എ കോമ ബി എന്ന് എഴുതി, ഇന്റ് എ കോമ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ പഠിച്ചാണ്. ഇന്റ് എ കോമ ബി എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ കോമയിട്ട് എ കോമ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ കമ്പൈലറിന് എന്ത് മനസ്സിലാക്കാം? ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസ്, എ എന്ന് പറയുന്ന ഒരു വേരിയബിളും ബി എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഇങ്ങനെ രണ്ട് ഇന്റിജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് എന്ന് കമ്പൈലറിന് മനസ്സിലാക്കാം. അതേസമയം നമ്മൾ ഇന്റ് എ ബി സെമി കോളൻ എന്നാണ് എഴുതിയെങ്കിലോ കമ്പൈലർ എന്താണ് മനസ്സിലാക്കുക?
എ ബി എന്ന് പറയുന്ന ഒരൊറ്റ വേരിയബിളിനെ മാത്രമേ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കോമ ഇട്ട് കഴിഞ്ഞാൽ 2 വേരിയബിളായി, കോമ ഇടാതിരുന്നു കഴിഞ്ഞാൽ അത് ഒറ്റ വേരിയബിൾ ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ മീനിങ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് ആണ് മാറുന്നത്. ഇവിടെയാണെങ്കിൽ 2 വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഇവിടെയാണെങ്കിൽ ഒറ്റ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ മീനിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സെമാൻറ്റിക്സ് എന്ന് പറയുക. സെമാൻറ്റിക്സ്. അപ്പൊ ഈ 2 കാര്യങ്ങളുടെയും പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? പങ്ക്ച്വേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ പങ്ക്ച്വേറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ സിന്റാക്ടിക് ആൻഡ് സെമാൻറ്റിക് പെർഫെക്ഷൻ ഓഫ് എ പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ സിന്റാക്ടിക് സെമാൻറ്റിക് പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് പങ്ക്ച്വേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ദേ പ്രൊവൈഡ് they provide syntactic and semantic meanings to the compiler. കമ്പൈലറിന് സിന്റാക്ടിക് സെമാൻറ്റിക് മീനിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പങ്ക്ച്വേറ്റേഴ്സ് ഉപയോഗിക്കുക. എക്സാമ്പിൾസ് ആണ് ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റ്, ക്ലോസിംഗ് കർലി ബ്രാക്കറ്റ്, സെമികോളൻ. ഇതെല്ലാം പങ്ക്ച്വേറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇതാണ് പങ്ക്ച്വേറ്റേഴ്സ്. ഇനി ഇതിനകത്തെ ലാസ്റ്റ് വൺ ആണ്, നമ്മുടെ ടോക്കൺസിന്റെ അകത്തെ ലാസ്റ്റ് വൺ ആണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് ആർ സിംബൽസ് യൂസ്ഡ് ഫോർ പെർഫോമിങ് സം ഓപ്പറേഷൻ. എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിംബൽസിനെ ആണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. സിംബൽസ് യൂസ്ഡ് ഫോർ പെർഫോമിങ് സം ഓപ്പറേഷൻ. ഇപ്പോൾ പ്ലസ്, മൈനസ്, സ്റ്റാർ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, ഇതെല്ലാം ഓപ്പറേറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ആൻഡ്, ഓർ, ഇതെല്ലാം ഓപ്പറേറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് ഇതെല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്. ഓരോ ഓപ്പറേഷൻ, ഇത് ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ, ഇത് ലെസ് ദാൻ ഈക്വൽ ടു എന്ന് പറയുന്ന ലോജിക്കൽ ഓപ്പറേഷൻ, ഇത് പ്ലസ് അഡീഷൻ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. അപ്പൊ ഇതേപോലെയുള്ള എന്തെങ്കിലും മാത്തമാറ്റിക്കലോ ലോജിക്കലോ റിലേഷണലോ ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിംബൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് ആർ സ്പെഷ്യൽ സിംബൽസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് സം ഓപ്പറേഷൻ. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഈ പറയുന്നതെല്ലാം, പ്ലസും മൈനസും സ്റ്റാറും സ്ലാഷും എല്ലാം. അപ്പൊ ഇനി നമ്മൾ ടോക്കൺസിന്റെ ടൈപ്സ് എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രോബബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കുറെ ടോക്കൺസ് തന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ടോക്കൺസ് കുറെ എണ്ണം തരും. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഐഡന്റിഫയേഴ്സ് തന്നിട്ട് അത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. കുറേ ലിറ്ററൽസ് തന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ, ഏത് ടൈപ്പ് ലിറ്ററൽ ആണ്, ഇൻഡിജർ ആണോ ഫ്ലോട്ടിംഗ് പോയിന്റ് ആണോ, അങ്ങനെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതേപോലെ തന്നെ കുറേ ടോക്കൺസ് തന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യതയുണ്ട്. എ എന്ന് പറയുന്ന വെറുതെ എ എന്ന് ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ എങ്ങോട്ട് ക്ലാസിഫൈ ചെയ്യാം? എ എന്ന് പറയുന്നത് എന്തായിട്ട് നിങ്ങൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യും? ഏത് ടൈപ്പ് ടോക്കൺ ആണ്? കീവേഡ് ആണോ, ഐഡന്റിഫയർ ആണോ, ലിറ്ററൽ ആണോ, പങ്ക്ച്വേറ്റർ ആണോ, ഓപ്പറേറ്റർ ആണോ? ദൈവം സഹായിച്ച് ആർക്കും ഇവിടെ ഉത്തരവില്ല. എ എന്ന് പറയുന്ന ലിറ്ററലാണ്. ഏത് ടൈപ്പ് ലിറ്ററൽ പെടുത്താ ഇതിനെ? ക്യാരക്ടർ ലിറ്ററലിന്റെ ഡെഫിനിഷൻ ഒന്ന് പറയാമോ? എന്താണ്, എന്തുകൊണ്ട് ക്യാരക്ടർ ലിറ്ററൽ അല്ലാണ്ടാവുന്നത്? സിംഗിൾ ക്യാരക്ടറിൽ സിംഗിൾ കൊട്ടേഷൻ ആണെങ്കിൽ മാത്രമേ അത് ക്യാരക്ടർ ലിറ്ററൽ ആവുള്ളൂ. ഇവിടെ സിംഗിൾ കൊട്ടേഷനോ ഡബിൾ കൊട്ടേഷനോ ഒന്നുമില്ല, വെറുതെ എ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഇതിനെ എങ്ങോട്ട് ക്ലാസിഫൈ ചെയ്യാം? ദിസ് ഈസ് എ ഇൻഡിജർ ആണ്. എ എന്ന് പറയുന്നത് ഇൻഡിജർ ആണോ? It is a, ആരും ഉത്തരം പറഞ്ഞല്ലോ, സിയാർ. it is a valid identifier. എ എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിഫയർ ആണ്. വേരിയബിളിനും ഫംഗ്ഷനും ഒക്കെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിഫയർ ആണ് എ എന്ന് പറയുന്നത്. അതേസമയം ഇതിന് സിംഗിൾ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന നമുക്ക് ഇതിനെ എങ്ങോട്ട് ക്ലാസിഫൈ ചെയ്യാമായിരുന്നു? ലിറ്ററൽ ആക്കാമായിരുന്നു. ലിറ്ററലിലെ ക്യാരക്ടർ ലിറ്ററൽ ആക്കാമായിരുന്നു സിംഗിൾ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ. സിംഗിൾ കൊട്ടേഷൻ ഇല്ലാത്ത നിലയ്ക്ക് അതിനെ നമ്മൾക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് ഒരു ഐഡന്റിഫയർ ആയിട്ടാണ്. അതേസമയം ഫ്ലോട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്ലോട്ട് ഈസ് എ കീവേഡ്. ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കീവേഡ് ആണ്. ഒരു സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം?
വെറുതെ സ്ലാഷ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ക്ലാസിഫൈ? ഇറ്റ് ഈസ് എൻ ഓപ്പറേറ്റർ യൂസ്ഡ് ഫോർ ഡിവിഷൻ. സ്ലാഷ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണ്, ഡിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് സ്ലാഷ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും? സ്ക്വയർ ബ്രാക്കറ്റ് ഇറ്റ് ഈസ് എ പങ്ക്ച്വേറ്റർ. സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഒരു പങ്ക്ച്വേറ്റർ ആണ്. നമ്മൾ ഇങ്ങനെ എഴുതി ഫ്ലോട്ട് എന്ന് തന്നെ എഴുതി, പക്ഷെ ഇതിനൊരു ഡബിൾ കൊട്ടേഷൻ കൊടുത്തു. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്, ഇതിനെ ഏതിലേക്ക് ക്ലാസിഫൈ ചെയ്യും? ഏത് ക്ലാസിഫിക്കേഷനിൽ കൊടുക്കാം ഇതിനെ? ലിറ്ററൽ. ഏത് ടൈപ്പ് ലിറ്ററലാണിത്? സ്ട്രിംഗ് ലിറ്ററൽ. ഫ്ലോട്ട് ഡബിൾ കൊട്ടേഷൻ. വെറുതെ ഫ്ലോട്ട് എഴുതി കഴിഞ്ഞാൽ അത് കീവേഡ് ആണ്. അതേസമയം അത് ഡബിൾ കൊട്ടേഷനിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ സ്ട്രിംഗ് ലിറ്ററൽ. ലിറ്ററൽ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് പെടുത്താം. ഇനി ഇങ്ങനെ ഇതേപോലെ ഒരുപാട് എന്താണ് നിങ്ങൾക്ക് കുറെ തരത്തിലുള്ള എന്താണ് ടോക്കൺസ് തന്നിട്ട് ഈ ടോക്കൺസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ രീതിയിലും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ പല പാരൻസും വിളിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, എനിക്ക് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു. ഈ ആഴ്ചയും കൂടെ എനിക്ക് നല്ല തിരക്കായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ പല പാരൻസും എന്നെ വിളിച്ചിരുന്നു. പാരൻസ് അത് എന്താണെന്ന് എനിക്കറിയില്ല. ഒരു 3 പാരൻസ് ആണ് എന്നെ വിളിച്ചത്. പല പാരൻസ് വിളിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, 3 പാരൻസ് ആണ് എന്നെ വിളിച്ചത്. അവർ 3 പേരും ഒരേ കാര്യമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിള്ളേർക്ക് എല്ലാ സീരിയസ്നെസ്സും പോയിട്ടുണ്ട്. അതിൽ 2 പേരെ ഇന്ന് ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. ഞാൻ 3 പാരൻസ് വിളിച്ചതിൽ ഒരു ആൾ ഇന്ന് ക്ലാസ്സിൽ കയറിയിട്ടില്ല. എൻ്റെ 2 പേര് ഇപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. അവർക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ ക്ലാസ് ഇല്ലാത്ത അത്രയും സമയം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പാരൻസിനെ നമ്മൾ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് എന്നെ വിളിച്ച പാരൻറ്റിൻ്റെ കുട്ടിയുടെ ഇന്ന് ക്ലാസ്സിൽ പോലും കയറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയം കൂടെ ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് റിവിഷൻ, എനിക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് ക്ലാസ് നിർത്താം. എനിക്ക് നല്ല തിരക്കുണ്ട്, ഒരുപാട് ജോലി തിരക്കുണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് ക്ലാസ് നിർത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ റിവിഷൻ നടത്തുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് അതും കൂടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. പല പാരൻസ്, അപ്പോൾ ഇവർ 3 പേരെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ളൂ. അത് 3 പേരുടെ മാത്രം കേസായിരിക്കും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് ഒരാൾക്ക് പോലും എന്താണ് അൺമ്യൂട്ട് ചെയ്ത് ഉത്തരം പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. അത്രയും പോലും നിങ്ങൾ നോട്ട് മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞോ എന്ന് ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഒരു ഉത്തരം പറയാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിട്ടുന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പം ഞാൻ റിവിഷൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ആ പാഠം പഠിച്ചിട്ട് അതിൻ്റെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവിഷൻ നടത്തുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ പണ്ട് പഠിച്ച കാര്യങ്ങളാണ്, കുറേ കാലമായി, അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു പ്രാവശ്യം കൂടി ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മെച്ചവും കിട്ടാനില്ല. നിങ്ങൾക്ക് ഇവിടെ റിവിഷൻ നടത്തിയോണ്ടോ ഈ പാഠങ്ങൾ പിന്നെ പറഞ്ഞോളൂ. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാത്രം മതി, നിങ്ങൾ പഠിച്ചോ ഇല്ലയോ, അല്ലെങ്കിൽ പരീക്ഷ നടത്തി നിങ്ങളോട് അയച്ചു തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടും പഠിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അടുത്ത ക്ലാസ് മുതൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതേപോലെ മിണ്ടാണ്ടിരിക്കാനാണ് നിങ്ങൾ ക്ലാസ്സിൽ കയറണ്ട. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ ക്ലാസ്സിൽ കയറുന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ അറ്റ്ലീസ്റ്റ് വായിച്ചെങ്കിലും നോക്കിയിട്ട് നിങ്ങൾ വരണം. നോട്ട് വെച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റണം. അപ്പം ഞാൻ നോട്ട് നോക്കിയിട്ട് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളോട്. ഞാൻ നോട്ട് നോക്കി പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുന്നില്ല. തെറ്റിപ്പോയതിന് ഞാൻ ആരെയും വഴക്ക് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞ കാര്യം തെറ്റാണെങ്കിൽ ഞാൻ ആരെയും വഴക്ക് പറഞ്ഞിട്ടില്ല. തെറ്റാർക്കും പറ്റാം. പക്ഷെ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രാവശ്യം പോലും ഈ കാര്യങ്ങൾ നോക്കിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പ്രാവശ്യം പോലും നിങ്ങൾ വായിച്ച് നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ആയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് കൃത്യമായിട്ടും പഠിച്ചിട്ട് മാത്രം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഞാൻ ഇന്ന് വൈകുന്നേരം ഈ പാഠത്തിൻ്റെ പരീക്ഷ നടത്തുന്നില്ല. ഇന്ന് ഇത്രയും സമയമായി. നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് എനിക്ക് ഏകദേശം മനസ്സിലായി. അപ്പം ഇന്നിനി രാത്രി ഞാൻ ഇതിൻ്റെ പരീക്ഷ നടത്തിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നാളെ രാവിലെ 7:30 മണിക്ക്, രാത്രി കുറച്ച് വൈകി ഇരുന്ന് പഠിക്കുക, രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിരുന്ന് പഠിക്കുക. നാളെ രാവിലെ കൃത്യം 7:30 മണിക്ക് ഞാൻ ഈ ചാപ്റ്ററിൻ്റെ പരീക്ഷ ഇടും. രാവിലെ 7:30 മണിക്ക് കൃത്യമായിട്ട് എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കണം. നല്ല വൃത്തിയായിട്ട് പരീക്ഷ എഴുതി അയക്കണം. ഞാൻ നോക്കിയാലോ നോക്കിയില്ലെങ്കിലും ഞാൻ 1-2 ആൾക്കാരുടെ പേപ്പർ എടുത്തു. കഴിഞ്ഞ പരീക്ഷ നിങ്ങൾ എഴുതി ഒരാളുടെ പോലും പേപ്പർ എനിക്ക് തുറന്നു നോക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയണം, ഒരാളുടെ പോലും ആൻസർ ഷീറ്റ് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയുടെ. 42 പേരെ അയച്ചിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിൽ ഒരെണ്ണം പോലും തുറന്നു നോക്കാത്തതുകൊണ്ട് മുകളിൽ കിടക്കും. ബാക്കിയെല്ലാം ഞാൻ തുറന്നു നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 42 പേരുടെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ.
അപ്പം നാളെ ഞാൻ പരീക്ഷ ഇടും. 1-2 ആൾക്കാരുടെ ഞാൻ തുറന്നു നോക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വൃത്തിയായിട്ട് നിങ്ങൾ പരീക്ഷ എഴുതി അയക്കുക. വെറുതെ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതി അയച്ചു എന്നുള്ള പേരിൽ നിങ്ങൾ അയക്കാൻ നിൽക്കരുത്. കൃത്യമായിട്ട് എഴുതി അയക്കുക. പിന്നെ നാളെ നിങ്ങൾക്ക് 2 ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ, അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും. അതുകൊണ്ട് നാളെ ഞാൻ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ്സും കൂടെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾക്ക് അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് നമ്മൾ +2ൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിന് മുൻപ് മാക്സിമം പാഠങ്ങളുടെ റിവിഷൻ തീർത്ത് വെക്കണം എന്നുള്ളതുകൊണ്ട് ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ റിവിഷൻ നാളെ ഉണ്ടാവും. സമയം ഞാൻ നാളെ നിങ്ങളെ അറിയിക്കാം. ചിലപ്പോൾ രാവിലെ ആയിരിക്കും, ചിലപ്പോൾ ഉച്ച കഴിഞ്ഞായിരിക്കും. സമയം ഞാൻ നിങ്ങളെ അറിയിക്കാം. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് +2ൻ്റെ റിസൾട്ട് വരും. അതുകൊണ്ടാണ് 3 മണിയുടെ കാര്യത്തിൽ എനിക്ക്, ഇല്ലെങ്കിൽ നാളെ ഉറപ്പിച്ച് 3 മണി എന്ന് പറയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സമയത്തെക്കുറിച്ച്, സമയം എപ്പോഴാണെന്നുള്ളത് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നതാണ് 5ാമത്തെ പാഠം. അതിൻ്റെ അകത്ത് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ്, വേരിയബിൾസ്, ഓപ്പറേറ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, ടൈപ്സ് ഓഫ് എക്സ്പ്രഷൻസ്, ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ആ ചാപ്റ്ററിൽ നിന്ന് കൂടുതലായിട്ട് ഒന്നും തന്നെ ഒഴിവായി പോയിട്ടില്ല. ആ ചാപ്റ്ററിലുള്ള മുഴുവൻ കാര്യങ്ങളും ഏകദേശം പഠിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സും അതേപോലെ തന്നെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സും അന്ന് തന്നെ ക്ലാസ് എടുത്തപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു അത് പഠിക്കേണ്ട ആവശ്യമില്ലാന്ന്. ബാക്കി മുഴുവൻ കാര്യങ്ങളും ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആണ്. അതിൽ അധികമൊന്നും പഠിക്കാനില്ല. എന്താണ് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ്, ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്, ഓരോന്ന് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, അതിൻ്റെ ഓരോന്നിൻ്റെയും സൈസ് എത്രയാണ്, ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളൂ. പിന്നെ ഫ്ലോട്ടും ഡബിളും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ വേരിയബിൾസ് പഠിക്കുമ്പോൾ വേരിയബിൾസ് ആർ നെയിംസ് ഗിവൺ ടു മെമ്മറി ലൊക്കേഷൻസ്. അതിന് 3 ആസ്പെക്റ്റുകളുണ്ട്: വേരിയബിൾ നെയിം, മെമ്മറി അഡ്രസ്സ്, അതേപോലെ തന്നെ കണ്ടൻറ്റ്. 3 ആസ്പെക്ട്സ്, അത് 3 പഠിക്കണം. പിന്നെ ഉള്ളത് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. ഓപ്പറേറ്റേഴ്സിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറാൻസ്, യൂണറി, ബൈനറി, ടെർണറി 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ 5ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ 5ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതും പഠിക്കണം. പിന്നെ ടൈപ്സ് ഓഫ് എക്സ്പ്രഷൻ്റെ ടൈപ്സ്, ഇൻറ്റിജർ എക്സ്പ്രഷൻ, എന്താണ് എക്സ്പ്രഷൻ എന്ന് പഠിക്കണം. പിന്നെ എക്സ്പ്രഷൻ്റെ ടൈപ്പ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ, റിലേഷണൽ എക്സ്പ്രഷൻ, ലോജിക്കൽ എക്സ്പ്രഷൻ 3 തരത്തിലുള്ള എക്സ്പ്രഷൻസ് ആണുള്ളത്. അതിൻ്റെ അകത്ത് അരിത്തമെറ്റിക് എക്സ്പ്രഷനെ നമ്മൾ ഇൻറ്റിജർ എക്സ്പ്രഷൻ, ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ, കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സബ് ഡിവിഷൻസ് പഠിക്കണം. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് 4 തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഏതോ ഒരെണ്ണം കൂടി ഉണ്ട്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് 4 തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നാളത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ നാളെ രാവിലെ 7:30 വരെ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിരുന്ന് മുഴുവൻ ആൾക്കാരും പഠിച്ചിരിക്കണം. കൃത്യം 7:30ക്ക് എല്ലാവരും എണീറ്റിരിക്കണം. 9 മണി വരെ ഒരാൾ ഇവിടെ കിടന്നുറങ്ങണ്ട. 7:30 എന്നൊരു സമയമുണ്ട്. എല്ലാവരും എഴുതി. എന്തെങ്കിലും എക്സ്ക്യൂസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ പറഞ്ഞോളാം. അല്ലാത്തവരെല്ലാവരും രാവിലെ 8 മണിക്കുള്ളിൽ നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് എനിക്ക് കിട്ടിയിരിക്കണം. രാവിലെ 8 മണിക്ക് ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടും പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങൾ ആ സമയത്ത് മുഴുവൻ ആൾക്കാരെ എണീറ്റ് പരീക്ഷ എഴുതിക്കോണം. അപ്പോൾ മര്യാദയ്ക്ക് പഠിച്ചിട്ട് നാളത്തെ ക്ലാസ്, അതിന് ശേഷം നാളത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ടും പഠിക്കുക. അപ്പോൾ ക്ലാസ് ഇനി സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പേരെഴുതിയിട്ട് എക്സിറ്റ് ചെയ്തോളാം.